ഉമ്മ കൊടുത്താൽ കുട്ടി ഉണ്ടാവുമോ? അല്ലെങ്കിൽ എടാ നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ? ഈ 2 ചോദ്യങ്ങളും ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ എന്നോട് 2 പേര് വളരെ ജെനുവിൻ ആയിട്ട് 2 സാഹചര്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് കേട്ട ആ ടൈമിൽ ഞാൻ അവരെ കളിയാക്കിയതിന് കയ്യും കണക്കുമില്ല. കാരണം ഞാനൊന്ന് ഓർത്തോണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലും അറിയാതെ ഇവരെങ്ങനെ ഡിഗ്രി വരെ എത്തി? അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് ഞാൻ ഇവരെ ജഡ്ജ് ചെയ്തതും കളിയാക്കിയതും. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ ഞാൻ അവരെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് ടു 2026 ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഐ ഡിഡ് വാസ് റോങ്. ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ പാർട്ട്. ഞാനങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് ഞാനന്ന് അങ്ങനെ ചെയ്തു എന്ന് ഞാനിപ്പോൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ടേമാണ് ഷെയർഡ് നോളജ് ട്രാപ്പ്. ആൻഡ് ഇറ്റ്സ് റിയൽ. അപ്പോൾ സംഭവം എന്താണെന്നറിയാമോ? ഈ ട്രാപ്പ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു കാര്യം അറിയാം. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാവുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുകയാണ്, ഓക്കെ നിനക്ക് ഈ കാര്യം അറിയാം, വിച്ച് മീൻസ് ബാക്കിയുള്ളവർക്കും ഇതറിയാമായിരിക്കും. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് ബാക്കിയുള്ളവരോട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഷെയർഡ് നോളജ് ട്രാപ്പ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അപ്പം എന്തുകൊണ്ട് അവന് അന്ന് ഉമ്മ കൊടുത്ത കുട്ടി ഉണ്ടാകും എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ എൻ്റെ വൈഫിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവളും പറഞ്ഞത്, ഈ 10ാം ക്ലാസ് ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ഈ സെക്സ് റീപ്രൊഡക്ഷൻ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു പാഠങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഉണ്ട്. പല സ്കൂളിലും ആ 2 പേജസ് വായിക്കത്തില്ല. എന്ന് വെച്ചാൽ അത് കുട്ടികളോട് പോയി വായിച്ചോളാൻ പറയും. അവിടെ നടക്കുന്നത് ഒരു രീതിയിൽ ഷെയർഡ് നോളജ് ട്രാപ്പാണ്. ടീച്ചറിന് ഈ സംഭവം എങ്ങനെയാണെന്നറിയാം. അപ്പം ടീച്ചർ മൈറ്റ് ബി അസ്യൂമിങ്, ഓക്കെ ഇതിങ്ങനെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്താൽ ഇവരിരുന്ന് ചിരിക്കും, അതുകൊണ്ട് ഇവർ വീട്ടിൽ പോയി വായിച്ച് പഠിച്ചോളട്ടെ, അങ്ങനെ പറഞ്ഞ് വിടുന്നതും ഇന്ന് ഞാൻ ആലോചിക്കും അതൊരു വലിയ തെറ്റല്ലേ? ലൈക്ക് സെക്സ് എഡ്യൂക്കേഷൻ പോലത്തെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഫോർ വാട്ട് എവർ റീസൺ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറിനാകുന്നില്ലെങ്കിൽ ആ ടീച്ചറിനെ അപ്പം തന്നെ ഫയർ ചെയ്യണ്ടേ? അത്രയും കാലിബർ ഇല്ലാത്ത ഒരാളെ എന്തിനു ടീച്ചർ എന്ന് വിളിക്കണം? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഒരു ഇൻഫർമേഷൻ അത് ബാക്കിയുള്ളവർക്ക് അത് സിമ്പിൾ ആയിരിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്യാങ്ങിലൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് എടുത്തിടുമ്പം നമ്മുടെ കൂടെ ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ പെരുമാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, ഇഫ് യു ഹാവ് ടൈം ജസ്റ്റ് അവർക്കത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എവിടെ തപ്പി അതിനെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഒരു സർക്കിളിൽ ഇരുന്ന് നമ്മളിങ്ങനെ വലിയ വലിയ വർത്താനം പറയുമ്പോൾ മിക്കപ്പോഴും ഈ ഗ്രൂപ്പിൽ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഇങ്ങനത്തെ ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും അവരതിനെപ്പറ്റി നമ്മളോട് ചോദ്യം ചോദിക്കത്തില്ല. കാരണം അവർക്കുള്ളിൽ ഒരു ഫിയർ ഉണ്ട്, ഓക്കെ ചേട്ടാ ഇവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിയാലോ, എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തുമില്ല, ഇനി ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഞാൻ പൊട്ടനാന്ന് ഇവർ ഓർക്കുമോ? അങ്ങനെ ഒരു അവസ്ഥ കാരണം പലരും ഇതിനെപ്പറ്റി വേറെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അപ്പം നിങ്ങളുടെ ഗ്യാങ്ങിൽ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളിങ്ങനെ ടോപ്പിക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിടുമ്പോൾ ബാക്കി ആർക്കും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്ലീസ് ബി പേഷ്യൻറ്റ്, ടേക്ക് ദ ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. ഇനി നിങ്ങൾക്കതിന് സമയമില്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, എവിടെ തപ്പിയ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, വി ഷുഡ് ഓൾ ഗ്രോ ടുഗദർ. ഓക്കെ, നോ വൺ ഈസ് ബെറ്റർ ദാൻ ദി അതർ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഏജിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ അച്ചീവ് ചെയ്തിട്ടില്ല. വി മൈറ്റ് ഹാവ് ജോബ്, വി മൈറ്റ് ഹാവ് അതർ സ്റ്റഫ്. പക്ഷേ അറ്റ് ദിസ് ഏജ് എന്താ പറയുക, വി ക്യാൻ ഡു എ ലോട്ട് മോർ ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഫൈനാൻഷ്യൽ റിലേറ്റഡ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് അറിയത്തില്ലാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ലെറ്റ്സ് ഓൾ ലിവ് എ ഗുഡ് ലൈഫ്. സിയാ.